വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്താൻ പഞ്ചായത്ത് ഭരണസമിതി ഒത്താശ ചെയ്തുവെന്ന ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പരാതി വാസ്തവ വിരുദ്ധമാണെന്നും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. തയ്യൂർ മടത്തിപ്പറമ്പിന് സമീപം 1.5 ഏക്കറോളം സ്ഥലമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചാണ് സ്വകാര്യ വ്യക്തി ഭൂമി നികത്തുന്നതെന്നും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തിക്ക് പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. ഇതിൽ വേണ്ട കാര്യങ്ങളുമായിട്ട് പഞ്ചായത്ത് ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ നമുക്കുള്ളത്. ഒരു രാഷ്ട്രീയപരമായിട്ട് ഇല്ലാത്ത ആരോപണങ്ങളുമായിട്ട് നമ്മളുടെ കരിവാരി തേക്കാൻ വരുമ്പോൾ ജനങ്ങളോട് സത്യസന്ധമായിട്ട് പെരുമാറാനായിട്ട് ഈ ആളുകൾ തയ്യാറാവണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഇതുവരെയും ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, മണ്ണെടുക്കുന്നതിനും ഭൂമി നികത്തുന്നതിനും അനുവാദം നൽകുന്നതിനുള്ള അധികാരം പഞ്ചായത്തിനില്ല. പഞ്ചായത്ത് ഭരണവും കേരളത്തിന്റെ ഭരണവും നഷ്ടപ്പെട്ടതിലുള്ള മനോവിഷമത്തിലാണ് ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സ്ഥലം മണ്ണിട്ട് നികത്തുന്നതിൽ പരിസരവാസികൾക്ക് പരാതിയില്ല. അതേസമയം രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി വെള്ളം ഒഴുകിപ്പോകാനുള്ള പാകത്തിന് കാന നിർമ്മിക്കാൻ സ്ഥലം ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കാനയുടെ നിർമ്മാണം നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനല്ല പ്രശ്നപരിഹാരത്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കേണ്ടതെന്നും സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. വാർഡ് മെമ്പർമാരായ ഷൈനി ഫ്രാൻസിസ്, അബൂബക്കർ, അൻസാർ, ഷീന സാബു എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു.